ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണാറുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ള ഒരു സോഫ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂറാണ് അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചത്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് എടുക്കാം. എന്നിട്ട് ഇത് ഒരു ജാറിലേക്ക് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ടും പച്ചരി അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒന്ന് അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ഇനി അതിൽ വേണ്ടത് തേങ്ങാപ്പാലാണ്. ആ പച്ചരിയുടെ മുകളിൽ നിൽക്കുന്ന അളവിൽ വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനി ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇതൊന്ന് ഇരിക്കാനായിട്ട്. അപ്പം കൂടുതൽ ലൂസാകാൻ പാടില്ല, ഓവർ കട്ടിയാകാനും പാടില്ല. ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് പച്ചരിയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് അതൊന്ന് അടിച്ച് നമുക്കതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പച്ചരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിൽക്കുന്ന അളവിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അത് മുഴുവനും ഞാനൊന്ന് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി അതേ ജാറിലേക്ക് തന്നെ നമുക്കൊരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര അതിൽ ഇട്ട് കൊടുത്തത്. ഇനി മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു 6 ഏലക്കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ, അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഞാനിത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയപ്പം നല്ല മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ പഞ്ചസാര കുറച്ച് 2 ടേബിൾ സ്പൂൺ പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് മധുരം തന്നെ കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ മുട്ട അടിക്കുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മധുരം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലെല്ലായിടത്തും ആകും വിധം നമുക്ക് നെയ്യൊന്ന് തൂത്തിട്ട് കൊടുക്കാം. 4 ബൗളിലും നെയ്യൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ മുഴുവൻ ബൗളിലും അതൊന്ന് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവി വെച്ചൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇതതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് വെന്തിട്ടുന്നതാണ്. ഞാൻ 4 അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വെച്ച് നമുക്കതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര മതി. നല്ലപോലെ തന്നെ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നങ്ങ് എടുക്കാം. ഇതിൻ്റെ സൈഡ് ആദ്യം നമുക്കതിൽ നിന്നൊന്ന് വിട്ടെടുക്കാം. ഇങ്ങനെ. ഇനി ഇത് നമുക്കത് ബൗളിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പം വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.